എന്താണ് ലിവർ സിറോസിസ്? അപ്പോൾ ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ ലിവർ കട്ടിയായി പോകുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ ലിവർ എന്ന് പറയുമ്പോൾ ഒരു സ്പോഞ്ച് പോലെ, തൊടുമ്പോൾ സ്പോഞ്ച് പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും മൃദുലമായിട്ടുള്ള ലിവർ പല പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ മദ്യപാനം ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഷുഗറും അമിത ഭാരം കൊണ്ടുള്ള എഫക്റ്റ് ആവാം, കുറേ നാൾ ഫാറ്റി ലിവർ ഇരുന്നിട്ടാവാം. എന്ത് കാരണം കൊണ്ടായാലും അത് ലിവർ പതുക്കെ കട്ടി കൂടി പോകുന്ന അവസ്ഥയാണ് നമ്മൾ സിറോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം, അതായത് തുടങ്ങുന്നത് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഫൈബ്രോസിസ് അഡ്വാൻസ് ഫൈബ്രോസിസ് ആവുന്നു. അത് വീണ്ടും കൂടുമ്പോൾ അതിനെ ഒരു ലെവലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ തന്നെ സിറോസിസ് എന്ന് വിളിക്കുന്നു. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ലിവർ ഇങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ലിവറിന് ഒരുപാട് ജോലികളുണ്ട്. ഒരു 10-500 ധർമ്മം ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല പല കാര്യങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് ലിവർ സിറോസിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ലിവർ സിറോസിൻ്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 70% വരെ ഈ ലിവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിത് പുറത്തറിയില്ല. അപ്പോൾ ലിവർ സിറോസിസിനകത്ത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ നമുക്ക് വരാം? ലിവർ സിറോസിസിൽ ലിവറിൻ്റെ പ്രഷർ കൂടുമ്പോൾ പല പല കാര്യങ്ങളുണ്ടാകും. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാം. അതായത് രക്തം ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ മലത്തിലൂടെ രക്തം കറുത്ത കളറിൽ പോവുക. അപ്പോൾ രണ്ടും ബ്ലീഡിംഗ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് റിസ്കി ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ. പിന്നീട് വരാവുന്ന വയറിൽ വെള്ളം, ഒരു അസൈറ്റിസ് എന്ന് പറയും, വയറിൽ വെള്ളം അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതും ഈ ലിവറിൻ്റെ പ്രഷർ കൂടുന്ന കാരണമാണ്. അല്ലെങ്കിൽ കട്ടിയായിപ്പോയ ലിവറിലേക്ക് രക്തം ഒഴുകാണ്ട് അവിടെ പ്രഷർ കൂടുന്ന കാരണം വരുന്ന ഒരു അവസ്ഥയാണ് അസൈറ്റിസ് എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രഷർ കൂടുമ്പോൾ ലിവറിലേക്ക് ബ്ലഡ് ഒഴുകുന്നില്ല. ലിവറാണ് ഈ നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷങ്ങളും എടുത്തു കളയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒഴുകാത്ത രക്തം വേറെ വഴികളിലൂടെ ഡയറക്റ്റ് ബ്രെയിനിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ബോധം പോവുകയും നമ്മൾ കോമയിൽ വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിവർ കാരണം വരുന്ന പല പല കോംപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ സാധാരണ കാണാനുള്ള ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അത് വരാം. അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് വരാം. ഇതിനെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീകമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് വിളിക്കും.